ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഗ് ഗ്രീൻ പീസ് പാസ്തയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ പാസ്ത എന്ന് പറഞ്ഞാൽ ചിലർക്കൊന്നും എന്നെപ്പോലെ അറിയുന്നുണ്ടായിരിക്കില്ല, എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മക്രോണിയാണ് കേട്ടോ. അപ്പോൾ മക്രോണി നമ്മൾ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള 2 സവാളയും പച്ചമുളകും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു ഗോൾഡൻ കളർ വരുന്നവരെ കുറച്ചൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴഞ്ഞിട്ട് അപ്ലിയായി പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, അതിനുശേഷം നമ്മൾ ഓൾറെഡി കുക്കറിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രീൻ പീസ് പാസ്ത ആയതുകൊണ്ട് തന്നെ ഗ്രീൻ പീസ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി ഒന്നും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഈ സവാള ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മുടെ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ വറ്റി വരുന്നുണ്ടാവും. വെള്ളം വറ്റി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആരും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഗരം മസാലയും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മക്രോണീൻ്റെ മുകളിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം, അതായത് എഗ്ഗ്, നമ്മൾ 2 എഗ്ഗാണ് ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എഗ്ഗും ആ മസാലയൊക്കെ ആ മക്രോണിയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും. അതിനുശേഷം ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കഴിച്ച് നോക്കുക. ഒരു അടിപൊളി ഐറ്റമാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നൈറ്റിൽ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, മാക്സിമം നമ്മുടെ വീഡിയോ